Morning everyone. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് വൺ ഡയമെൻഷൻ സ്ട്രക്ചേഴ്സ് ആയിരുന്നു, നാനോ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 1D 2D അങ്ങനെ 3D വരെ നമുക്ക് എന്താണ് ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഫൈൻ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷനിലുള്ള ഒരു നാനോ സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഇനി അതിനു മുന്നേ നമ്മൾ 2 ഡയമെൻഷണൽ സെമി കണ്ടക്ടർ നാനോ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ്, ഇപ്പോൾ രണ്ട് സ്ട്രക്ചർ നമ്മൾ അടുപ്പിച്ച് ഇങ്ങനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് എ ജംഗ്ഷൻ, റൈറ്റ്? ഇപ്പോൾ P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ ഇങ്ങനെ അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് എ ജംഗ്ഷൻ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ ജംഗ്ഷൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ രണ്ട് സെമി കണ്ടക്ടേഴ്സ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുമ്പം ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഈ മെറ്റീരിയലിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ജംഗ്ഷൻ ഈസ് റെഫേർഡ് ടു ആസ് എ ഹോമോ ജംഗ്ഷൻ. ഓക്കെ, ബട്ട് അതേസമയം ഈ രണ്ട് മെറ്റീരിയലിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് എ ഹെറ്ററോ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, സോ ബേസിക്കലി ഒരു 2 ഡയമെൻഷണൽ സെമി കണ്ടക്ടർ നാനോ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഹെറ്ററോ സ്ട്രക്ചർ. ദാറ്റ് ഈസ് ആ രണ്ട് മെറ്റീരിയൽസിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ബേസിക്കലി എടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം ഒരു സ്ട്രക്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞെങ്കിൽ ഈ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ നാനോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒന്ന് അലുമിനിയം ഗാലിയം ആർസനൈഡ് ഉണ്ട്, ആൻഡ് നെക്സ്റ്റ് ഇസ് ഗാലിയം ആർസനൈഡ്. ഈ രണ്ട് ബേസിക് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ. ഇനി ഈ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പം ദിസ് ഫോംസ് എ ഹെറ്ററോ സ്ട്രക്ചർ. വൈ? ബിക്കോസ് ബോത്ത് ഓഫ് ദെം ആർ ഹാവിങ് ഡിഫറെൻറ്റ് ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, ഇനിയും എന്താണ് ബിഫോർ സ്റ്റാർട്ടിങ് ഓഫ് 2 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണലിൻ്റെ ആയിരുന്നു അല്ലേ. 1 ഡയമെൻഷണലിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടിയായിരുന്നു? 1/πh ഇൻറ്റു √2me */En. ഓക്കെ, സോ ഇങ്ങനെയായിരുന്നു 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറിൻ്റെ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് കിട്ടിയത്. ഇനി ഇത് തന്നെ നമ്മൾ ഇന്ന് 2 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ആണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഈ രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫൈൻ. സോ ഈ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കണേ. Okay, so this creates a എന്താണ് ഒരു ഹെറ്ററോ സ്ട്രക്ചർ ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ആൻഡ് ഗാലിയം ആർസനൈഡ്. സോ ബേസിക്കലി ഒരു സാൻഡ്വിച്ച് സ്ട്രക്ചർ, ദാറ്റ് ഈസ്
രണ്ട് അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ ഇടയ്ക്ക് ഒരു ഗാലിയം ആർസനൈഡ് നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് എ സാൻഡ്വിച്ച് സ്ട്രക്ചർ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഈ രണ്ടെണ്ണത്തിൻ്റെ കാരണം എന്താണ്, നമുക്കൊരു ഹെട്രോ സ്ട്രക്ചർ അല്ലേ ക്രിയേറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഇനി ഈ ഹെട്രോ സ്ട്രക്ചർ എന്തുകൊണ്ടായിരിക്കും ക്രിയേറ്റ് ആയത്? ബിക്കോസ് ഈ രണ്ടെണ്ണത്തിൻ്റെ എന്താണ് ബാൻഡ് ഗ്യാപ്പ് ഡിഫറെൻ്റ് ആയിരിക്കണം. ഗാലിയം ആർസനൈഡ് എന്ന് പറയുമ്പം ഒരു 1.4 ഇലക്ട്രോ വോൾട്ട് ആണ് ശരിക്കും ഉണ്ടാകുക ബാൻഡ് ഗ്യാപ്പ്. അറ്റ് ദ സെയിം ടൈം അലുമിനിയം ഗാലിയം ആർസനൈഡ് എന്ന് പറയുമ്പം ഏകദേശം ഒരു 2 ഇലക്ട്രോൺ വോൾട്ട് വരെ ആവാറുണ്ട് ബാൻഡ് ഗ്യാപ്പ്. ഓക്കെ, സോ ദിസ് ക്രിയേറ്റ്സ് എ ഹെട്രോ സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ അലുമിനിയം ഗാലിയം ആർസനൈഡ് എടുക്കുമ്പോഴേ AlX Ga1 - X AS, ദാറ്റ് ഈസ് അലുമിനിയൻ്റെ എത്ര പോർഷൻ ഉണ്ടോ, എത്ര പ്രൊപ്പോർഷൻ ഉണ്ടോ 1 - X പോർഷൻ ഓഫ് ഗാലിയം എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇലക്ട്രോൺ വോൾട്ട് തന്നെയല്ല ഈ ഒരു ഹെട്രോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, സോ വെനെവർ വി റൈറ്റ് ദി ഫോർമുല ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ഇൻ കേസ് ഓഫ് എ ഹെട്രോ സ്ട്രക്ചർ വി റൈറ്റ് ഇറ്റ് ആസ് AlX Ga1 - X. Okay, so X can take only small values, certain values only, for which we can create such a hetero structure. Okay, ഇനി ഈ ഹെട്രോ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തപ്പോൾ എന്താ നമുക്ക് കാണാൻ കഴിഞ്ഞേ? വാട്ട് ക്യാൻ വി സീ? ഓൺ ഫസ്റ്റ് ഒബ്സർവേഷൻ വാട്ട് വി ക്യാൻ സീ ഇസ് അലുമിനിയം ഗാലിയം ആർസനൈഡ്. ഓക്കെ, രണ്ട് ബുക്ക് തമ്മിൽ ഇങ്ങനെ വെച്ചേക്കാന്ന് കരുതുക. ദിസ് ഇസ് എ ബുക്ക്. ഓക്കെ, ഇതൊരു ബുക്ക് നമ്മൾ പ്ലേസ് ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബുക്ക് ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആദ്യം വെച്ച ബുക്ക് തന്നെ പ്ലേസ് ചെയ്തു, സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അൽമാരിക്കകത്ത് ബുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുമല്ലേ. സോ ആ കുറച്ച് നീളം കൂടിയ ബുക്കും നീളം കുറവുള്ള ബുക്കും അടുപ്പിച്ചടുപ്പിച്ച് വന്നു എന്ന് കരുതുക. അപ്പോൾ 3 ബുക്ക് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ എനിക്ക് കാണാൻ കഴിയില്ലേ? ഓക്കെ, ദിസ് സ്ട്രക്ചർ ഇസ് ക്രിയേറ്റഡ് ഹിയർ. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് എ വെൽ. ഓക്കെ, ഇതാണ് ഒരു ബേസിക്കലി ഒരു വെല്ലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലെവൽസ്. ഓക്കെ, ഈ ഇലക്ട്രോൺ ലെവൽസ് വെച്ചിട്ടാണ് ഇവിടെ ഗാലിയം ആർസനൈഡിനകത്ത് ഒരു എന്താണ് വെൽ ക്രിയേറ്റ് ആയത്. അതേപോലെ തന്നെ ഹോൾ ലെവൽ വെച്ചിട്ട് നമുക്കിവിടെ ഒരു വെൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി ഈ എനർജി ലെവൽസ് വെച്ചിട്ടാണ് ശരിക്കും ഈ എന്താണ് നമ്മുടെ വെൽ ക്രിയേറ്റ് ആവുന്നത്. സോ ദിസ് ഇസ് നോർമലി എ സ്ക്വയർ വെൽ അല്ലേ, ഒരു സ്ക്വയർ വെൽ മാതിരിയാണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. ദിസ് ഇസ് ദി എനർജി ഗ്യാപ്പ് അല്ലേ, ദിസ് ഇസ് ദി എനർജി ഗ്യാപ്പ് ഓഫ് ഗാലിയം ആർസനൈഡ് മെറ്റീരിയൽ. ഇതെന്ന് പറയുമ്പം ECEV, കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓഫ് അലുമിനിയം ഗാലിയം ആർസനൈഡ് ഓൺ ബോത്ത് ദി സൈഡ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അലുമിനിയം ഗാലിയം ആർസനൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് അടുക്കുള്ളതെന്ന് പറയുമ്പം ഗാലിയം ആർസനൈഡിൻ്റെ ബാൻഡ് ഗ്യാപ്പാണ്. സോ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു 2 ഡയമെൻഷണൽ സെമി കണ്ടക്ടർ നാനോ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഹെട്രോ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പറയുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഫൈൻ. ഇനി ആ ഒരു വെൽ ക്രിയേറ്റ് ചെയ്ത് കണ്ടില്ലേ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആകുമ്പം നമ്മൾ എനർജി ഇക്വേഷൻ എഴുതുന്നത് ഓക്കെ, ദാറ്റ് ഈസ് എനർജി വിൽ ബി എ ഫങ്ഷൻ ഓഫ് kx, ky ആൻഡ് n. ഓക്കെ, ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. kx, ky അത് നമുക്കറിയാം വേവ് വെക്ടറാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് എനർജി വേരിയേഷൻ വരുന്നു. ഫൈൻ. ഇനി ഇത് തന്നെ നമ്മൾ k വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ 3 ഡയറക്ഷൻ ഉണ്ടാവാൻ ഇതില്ലേ അല്ലേ, 3 ഡയറക്ഷൻ അല്ലേ ശരിക്കും ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷേ ഇവിടെ 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് വി കൺസിഡർ ദി മൂവ്മെൻറ്റ് ഇൻ z ഡയറക്ഷൻ ഇസ് റിസ്ട്രിക്റ്റഡ്. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സപ്പോസ് ദിസ് ഇസ് ദി ജംഗ്ഷൻ. ഇങ്ങനെയല്ല ഒരു ജംഗ്ഷൻ നമ്മൾ മുമ്പേ ക്രിയേറ്റ് ചെയ്തേ. ഇനി ഇത് ഗാലിയം ആർസനൈഡ് വിത്ത് 1.4 ഇലക്ട്രോൺ വോൾട്ട്. This is 2 electron volt band gap aluminum gallium arsenide, and same here is aluminum gallium arsenide of 2 electron volt band gap. Fine. ഇതാണല്ലോ നമ്മുടെ സ്ട്രക്ചർ. ഇനി ഇവിടെ ഉള്ള ഈ ഗാലിയം ആർസനൈഡിലുള്ള ഇലക്ട്രോണ് ഇവിടെ പോകാനുള്ള
That is, if I assume this as my z direction, ഇതാണ് എൻ്റെ ഈ ഹോറിസോണ്ടൽ ഡയറക്ഷൻ ആണ് എൻ്റെ ഇസഡ് ഡയറക്ഷൻ എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഈ ഇസഡ് ഡയറക്ഷനിലോട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും, റിസ്ട്രിക്റ്റഡ് ആയിരിക്കും. വൈ ബിക്കോസ് ഇവിടെയുള്ള ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? 1.4 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ? ഇതും ഇവിടുത്തെ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അതേപോലെ തന്നെ ഇവിടെയുള്ള കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് തമ്മിലുള്ള എനർജി എന്താ? 2 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സോ ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഒരു 2 ഇലക്ട്രോൺ വോൾട്ട് കിട്ടിയാൽ എന്ന് വെച്ചാൽ ആ ഒരു ബാൻഡ് ഗ്യാപ്പ് കിട്ടിയാൽ മാത്രമേ ഇങ്ങോട്ട് പോകുവാനോ അല്ലെങ്കിൽ അപ്പുറത്തോട്ട് പോകുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാകത്തുള്ളൂ. Fine, otherwise the movement in z direction is what? That is minimized, right? So actually നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു വെൽ സ്ട്രക്ചറിനകത്ത് ഒരു എക്സ് അല്ലെങ്കിൽ ഒരു എന്താണ് വൈ ഡയറക്ഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാകുകയുള്ളൂ. ഇസഡ് ഡയറക്ഷനിൽ നമ്മൾ മൂവ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ദാറ്റ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. ഓക്കെ, പ്രൊവൈഡഡ് ഐ ആം കൺസിഡറിങ് എക്സ് ആൻഡ് വൈ ആൻഡ് ദിസ് ആസ് ദി ഡയറക്ഷൻസ്. ഇങ്ങനെയാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇസഡ് ഡയറക്ഷനിൽ മൂവ്മെൻറ്റ് എന്തായിരിക്കും? റിസ്ട്രിക്റ്റഡ് ആയിരിക്കും ബിക്കോസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ ബാൻഡ് ഗ്യാപ്പ്. ഫൈൻ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൈ എനർജി. ഓക്കെ, ഈ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലുള്ള എനർജി വേരിയേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേവ് വെക്ടർ, ഓഫ് കോഴ്സ് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അവിടുത്തെ എനർജി വേരി ചെയ്യും. ഇനി ആ ഒരു മൂവ്മെൻറ്റ് കെ എക്സ് കെ വൈയിലാണ് ഡോമിനൻ്റ് അല്ലെങ്കിൽ കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ വേവ് വെക്ടേഴ്സ് അനുസരിച്ച് വേരി ചെയ്യും. ഇനി നെക്സ്റ്റ് ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് അല്ലാണ്ട് എന്താണ് അവിടെ ഈ ഒരു ബാൻഡിൻ്റെ കൊലാപ്സിങ് ആവുന്നില്ലേ അല്ലേ? എനർജി ബാൻഡ്സ് നമ്മളിപ്പോൾ നോക്കിയായിരുന്നു, ദാറ്റ് ഈസ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അങ്ങനെ ഒരു ബാൻഡിൻ്റെ കൊലാപ്സിങ് ആവുന്നുണ്ട് വെൻ എ സ്ട്രക്ചർ ഇസ് ക്രിയേറ്റഡ്. അങ്ങനെയല്ലേ ആ ഒരു വെൽ സ്ട്രക്ചർ ഫോം ആയത് തന്നെ. ഫൈൻ, സോ ആ ഒരു സീറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ക്വാണ്ടം സ്റ്റേറ്റ്സ് ഒക്യുപ്പൈ ചെയ്യുന്ന അനുസരിച്ചും എനർജി വേരിയേഷൻ നടക്കുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ ഈ ഒരു ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമ്മുടെ എനർജി വേരി ആവുന്നുണ്ട്. സോ ഇൻ കേസ് ഓഫ് 2 dimension we write it as E is a function of kx, ky and n. Okay, and kx, ay and n is written as പിന്നെ നമ്മുടെ നോർമൽ ഇക്വേഷൻ അല്ലേ, മൈനസ് എച്ച് ബാർ ബൈ 2 me star ഇൻറ്റു കെ എക്സ് സ്ക്വയർ പ്ലസ് കെ വൈ സ്ക്വയർ പ്ലസ് നമ്മുടെ നേരത്തെ ഇൻ ടേംസ് ഓഫ് എൻ അല്ലേ, എൻ സ്ക്വയർ pi square 2 me star. Let this be equation number 1. Okay, so this is the final energy equation of a 2-dimensional hetero structure. Okay, now ഇതിൻ്റെ അകത്ത് തന്നെ this term is nothing but the En, right? En, normal energy due to the quantum number, can be written as En over here, and that I have written as h bar square n square pi square by 2 me star. Okay, ഇനി നോർമൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ നോർമലി വരയ്ക്കുന്ന എനർജി ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്? E1 E2 E3 ഇങ്ങനെയല്ലേ വരയ്ക്കുക. ഇതേപോലെ തന്നെ ഇപ്പോൾ 2 dimensional സ്ട്രക്ചറിൻ്റെ നമുക്ക് വരയ്ക്കാൻ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാനോ സ്ട്രക്ചറിനെ വരയ്ക്കാൻ പറയുകയാണെങ്കിൽ സെയിം വേ വി ഹാവ് energy variations, but the difference is what? This will be in parabolic state. Okay, ഒരു പാരാബോല ആയിരിക്കും ഇവിടെ വേരിയേഷൻ വരുന്നത്. വൈ? ബിക്കോസ് എനർജി എന്താ? എനർജി എക്സ് സ്ക്വയറിൻ്റെ ടേംസിലാണ് പോകുന്നത്. ഓക്കെ, സോ എക്സ് സ്ക്വയറിലെ ടേംസിൽ പോകുമ്പോൾ ദിസ് വിൽ ബി ഇൻ ദി ഷേപ്പ് ഓഫ് എ പാരാബോല. Okay, so energy variation with respect to, that is EK diagram നമ്മൾ നോക്കുകയാണെങ്കിൽ this will be in the shape of a parabola. Hope that is clear. Okay, next നമ്മുടെ density of states ലോട്ട് പോകാം. Density of state of a quantum well structure or a 2-dimensional structure. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ assumption, that is, suppose the quantum states in the 2-dimensional nanostructure is arranged in this form. Okay, ഇതിൽ ഓരോ ഡോട്ട്സും നമ്മുടെ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സ്ക്വയർ ബോക്സ് കാണുവാണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ
സ്റ്റേറ്റ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുകയാണെങ്കിൽ ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് ഓക്യുപ്പൈ ആയേക്കുന്നതെന്ന് കരുതുക. ആൻഡ് ടു റിപ്രസെൻറ്റ് ദി ഏരിയ ആൻഡ് ഓൾ ഐ എം കൺസിഡറിങ് എ സർക്കുലർ റിംഗ്. ഓക്കെ, സപ്പോസ് ദി radius is k and this small region is dk. Okay, now this is ky, this direction is kx. Okay, let this be the directions. ഇനി ഒരു രണ്ട് കൺസിക്യൂട്ടീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് let this be separated by 2 pi by Lx and y direction 2 pi by Ly ആണെന്ന് കരുതുക. ഓക്കെ, സപ്പോസ് ദി ഡയമെൻഷൻ ഓഫ് ദി സ്ട്രക്ചർ ഇസ് Lx into Ly, ആ ഒരു ഡയമെൻഷൻ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡയമെൻഷനിലുള്ള സ്ട്രക്ചറിൻ്റെ അകത്ത് ഒരു രണ്ട് കൺസിക്യൂട്ടീവ് അടുപ്പിച്ച് വരുന്ന സ്റ്റേറ്റിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻ എക്സ് ഡയറക്ഷൻ ലെറ്റ് ദിസ് ബി 2 pi by Lx and in y direction let this be 2 pi by Ly. ഓക്കെ, ആൻഡ് നമ്മളവിടെ ഒരു ഏരിയ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ റിങ്ങിനെ അസ്യൂം ചെയ്തിട്ട് ആ ഒരു വെക്റ്റർ വേരിയേഷൻ വരുത്തുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കരുതുകയാണെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കുമേ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ എഴുതുക. ഓക്കെ, നൗ സപ്പോസ് ദിസ് റിപ്രസെൻറ്റ്സ് ആസ് ഐ സെഡ് ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അവിടുത്തെ ഒരു ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഏരിയ can be written as what? ആ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്ന് എഴുതിക്കൂടായോ അല്ലേ? 2 pi by Lx into 2 pi by Ly. Okay, or you can write it as 2 pi square into Lx into Ly. Now if I assume my Lx is equal to Ly is equal to L ആണെന്നുണ്ടെങ്കിൽ that area can be represented as 2 pi square by L square. ഓക്കെ, ആ ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റിൻ്റെ ഏരിയ സപ്പോസ് ഇറ്റ് ഈസ് 2 pi whole square by L square. ഓക്കെ, ഇനി ദിസ് സ്പിയർ, ആ ഒരു സ്പിയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ ഒരു സ്പിയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് എ സ്പിയർ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ദാറ്റ് ഈസ് റിട്ടൺ ആസ് 4 pi k square, റൈറ്റ്? ഓക്കെ, ആ ഏരിയ ഓഫ് സ്പിയർ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു സ്മോൾ ഏരിയ ഡി കെ. ഓക്കെ, ഒരു സ്മോൾ ഏരിയ ഡി കെൻ്റെ എനിക്ക് കൺസിഡർ ചെയ്യണം ഏരിയ എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എനിക്ക് ജസ്റ്റ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ വിത്ത് റെസ്പെക്ട് ടു കെ. ഓക്കെ, സോ ദാറ്റ് വിൽ ബി വാട്ട്? സോ ദ സ്മോൾ ഏരിയ ഡി എ വിൽ ബി 4 pi into 2k dk, റൈറ്റ്? ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ നോക്കി? ഒന്ന്, ഒരു സ്റ്റേറ്റ് ഓക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഏരിയ നോക്കി, ഒരു സ്പിയറിൻ്റെ ഏരിയ നോക്കി. ഓക്കെ, ഈ സ്പിയറിന് ചുറ്റുമുള്ള ഒരു കുഞ്ഞ് ഏരിയയിലുള്ള ഒരു സ്പിയർ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ നോക്കി. ഓക്കെ, ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കാണാനാണ് താല്പര്യം. ഓക്കെ, സോ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം ഇപ്പം സപ്പോസ് ഒരു ബെഞ്ച് ഓക്യുപ്പൈ ചെയ്യുന്ന ഏരിയ എത്രയാണ് ഇൻ ഫുൾ ഏരിയ ക്ലാസ് റൂമിൻ്റെ എത്രയാണെന്ന് പറയുകയാണെങ്കിൽ ഇത് രണ്ടുകൂടെ ഡിവൈഡ് ചെയ്ത് എനിക്ക് അവിടുത്തെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് അറിഞ്ഞുകൂടായോ? ദാറ്റ് ഇസ് നമ്പർ ഓഫ് ബെഞ്ചസ് അറിഞ്ഞുകൂടായോ? ഓക്കെ, സോ സെയിം കൺസെപ്റ്റ് വി ആർ അപ്ലൈയിങ് ഓവർ ഹിയർ. ഇവിടുത്തെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇനി അറിയാൻ പോവുകയാണേ, കാരണം ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ അറിയേണ്ടിയേ. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ 2 dimension എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? അങ്ങനെ ചെയ്താലല്ല നമുക്ക് ഇൻ 2 dimensional സ്ട്രക്ചറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇസ് 2 dimensional നമ്മൾ നോക്കാം. Okay, so I can write the total number of states within the area DA. A small area lulla number of states engane ariyan pattum? Count can be written as this area, that is DA by the entire area, right? The entire area over there. Okay, so DA was written as DA engane ayirunnu nammal ezhudhiye? DA is equal to 4 pi into
2k dk അല്ലേ. സോ ദിസ് ഇസ് 4 pi into 2k dk and the entire area occupied by the states was given as what? 4 pi square by L square. Okay, this is nothing but the number of states within the area dA, okay, of k. Okay, in number of states per unit area എന്ന് പറയുമ്പോൾ എന്താവും? ഏരിയ എന്താക്കിയാൽ മതി? യൂണിറ്റ് ആക്കിയാൽ പോരെ. ദ ഏരിയ ഈസ് വാട്ട്? എൽ സ്ക്വയർ. അങ്ങനല്ലേ നമ്മൾ ആ അറേഞ്ച്മെൻറ്റ് അസ്യൂം ചെയ്തേ. സോ എൽ സ്ക്വയർ 1 ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? N2d of k is equal to 2k by pi. ഓക്കെ, സോ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് ഏരിയ എന്താ കിട്ടിയത്? 2k by pi എന്ന് കിട്ടി. ഫൈൻ. ഇനി ഒന്നുകൂടി ഇതിനെ ഒന്ന് എഴുതിയെടുത്തോട്ടെ. സോ N2d of k is given as 2k by pi. ഓക്കെ, ഇനി ഇത് തന്നെ ആ റിങ്ങിനുള്ള ചുറ്റും എല്ലായിടത്തുമുള്ള എന്താണ്? ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ആണ് ആ ഏരിയയിലെ. ദാറ്റ് ഈസ് ആ ഏരിയയിലുള്ള ഒരു ഡി എ എന്ന് പറഞ്ഞ ഏരിയ ഞാൻ എവിടെ എല്ലാം നോക്കിയാലും അവിടെ എല്ലാം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്തായിരിക്കും? 2k by pi ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മുടെ എനർജി എന്താണ്? നമ്മൾ പോസിറ്റീവ് വാല്യൂസ് എല്ലാം കരുതത്തുള്ളൂ. സോ എന്താ, ഈ 4 ക്വാഡ്രൻസ് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് പോസിറ്റീവ് വാല്യൂസ് ഇവിടെ മാത്രമല്ല ഉള്ളൂ. ഓക്കെ, സോ ഐ നീഡ് ടു കൺസിഡർ ദി പോസിറ്റീവ് വാല്യൂസ് ഓൺലി. സോ ഫോർ ദാറ്റ് ഐ എം യൂസിങ് ഓൺലി one part of the 4th quadrant. Okay, so this will be 1 by 4 into 2k by pi. Only positive values. Okay, so this is my equation number. Let this be equation number 2 and this be equation number 3. Okay, ഇതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 4 and this is my equation number 5. Okay, so finally I have got the density of states considering the positive values per unit area as 1 by 4 into 2k by pi. 1 by 4 into 2k by pi. Okay, so ഇതിനെ ഞാൻ ഒന്ന് എടുത്തിട്ട് എഴുതുവാണേ. ഇതുവരെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ N2d of k is equal to 1 by 2 അല്ലെങ്കിൽ 4 into 2k by pi. This is my 5th equation. ഓക്കെ, ഇനി നമ്പർ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് എനർജി എന്നെല്ലാവരും നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ പെർ യൂണിറ്റ് എനർജി പെർ യൂണിറ്റ് ഏരിയ. സോ ഇതിനെ എന്താ? ഇത് ടേംസ് ഓഫ് കെ ആണ്, കെ വെക്ടറിൻ്റെ ടേംസിലാണ്. ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇനി ഇതിനെ എനിക്ക് എനർജീൻ്റെ ടേംസിലോട്ടാക്കിയാൽ പോരെ. ഓക്കെ, ഇനി അതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഫസ്റ്റ് ഡയമെൻഷനിൽ ചെയ്ത ഇച്ചിരി വ്യത്യാസമായിട്ടാണ് ചെയ്തത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഡയമെൻഷൻ്റെ അകത്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യുമായിരുന്നു അല്ലേ. ഇനി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് അവിടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരുന്നു കിട്ടിയത് അല്ലേ. നമുക്ക് ഡെറിവേറ്റീവിൻ്റെ വെച്ചിട്ടായിരുന്നല്ലോ നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവാണ് കിട്ടിയത്. അതിൻ്റെ സൊല്യൂഷൻ വെച്ച് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെയും നമുക്ക് എന്താണ്? ഇവിടെയും നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാം. പക്ഷേ എന്താണ്, ആ ഡെറിവേറ്റീവ് ഒക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് കുറേ ലെന്തി ആവും ഡെറിവേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചത്. ഈ മെത്തേഡ് ഉപയോഗിച്ചും വേണമെങ്കിൽ നമുക്ക് 1 ഡയമെൻഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചും ചെയ്യാം എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് ചെയ്യിപ്പിച്ചത്. ആൻഡ് ദിസ് ഇസ് ദി സെക്കൻഡ് മെത്തേഡ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, സോ ഐദർ വേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടെ സിമ്പിൾ ഇതാണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, so finally we have written the density of states in terms of k vector. ഇനി ഇതിനെ ഞാൻ in terms of എനർജിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഇനി എനർജിയിലോട്ട് മാറ്റാൻ പോകുമ്പം ഇപ്പം എനർജിയുടെ ഇ കെ കർവ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഇ കെ ഡയഗ്രാം നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു എനർജീൻ്റെ ഒരു കർവിന് ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കെ വാല്യൂ ഉണ്ടാവില്ലേ അല്ലേ. ദാറ്റ് ഈസ് if this is my energy at E, it will be having a corresponding value of K over here. Similarly, if I have E plus delta E,
അപ്പോൾ എന്താണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കെ പ്ലസ് ഡെൽറ്റ കെയും കാണത്തില്ലേ? ദാറ്റ് ഈസ് ഈ എനർജീൻ്റെ വാല്യൂ വിൽ ബി അസോസിയേറ്റഡ് വിത്ത് എ കെ വെക്റ്റർ. അതിൻ്റെ അകത്ത് ഒറിജിനൽ വാല്യൂ ആയാലും ശരി, അതിൻ്റെ അകത്ത് ഒരു സ്മോൾ ഒരു ചേഞ്ച് വന്നിട്ട് നോക്കിയാലും അതിൻ്റേതായ ഒരു സ്മോൾ വേരിയേഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്നർത്ഥം. ഓക്കെ, സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് okay, over a small area del k is the same as this is my equation number 6. Okay, that is density of states along a small area dk will be equal to density of states in terms of energy in a small area del A. Okay, that is k which vary cheyunna density of states in a small area will be similar as E which vary cheyunna density of states in terms of a small energy change. Okay, so ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ചെയ്യുകയാണെങ്കിൽ okay, that is ഈ ഇതിനെ ഫുള്ള് ഞാൻ ഒരറ്റത്തോട്ട് കൊണ്ടുപോവാണ്. സോ N2d of with respect to E can be written as N2d of K into del K by del E. Question number 7. Now we know that general equation of E can be written as minus h bar square k square by 2 me star, where k varies with varies as kx square, ky square, kz square, right? Now ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എനിക്കൊരു ഈ ഡെൽ കെ ബൈ ഡെൽ ഇ ഒരു ടേം വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജനറൽ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഡെൽ കെ ഡെൽ ഇ വിത്ത് റെസ്പെക്ട് ടു കിട്ടിയിട്ട് ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? എനിക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു എനർജി കിട്ടും. അതല്ലേ എനിക്ക് വേണ്ടിയത്, അല്ലേ? സോ ഡെൽ ഇ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് h bar square by 2 me star, because that is the constant, right, into 2k del k. Okay, so del k by del e എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is nothing but the 2 me star by h bar square by 2k, right? So ഇതിനെ ഒന്ന് റീഅലൊക്കേറ്റ് ചെയ്തിട്ട് ഞാൻ del k by del e എഴുതുവാണ്. del k by del e can be written as me star by h bar k. Okay, sort out ചെയ്തിട്ട് എഴുതിയതാണ്. This is my equation number 8, and now substituting this in equation number 7, what do I get? N2d of E is equal to N2d of K into me star by h bar square k. Fine. ഇനി N2d of k എന്തുവായിരുന്നു? This is nothing but 1/4 into 2k by pi, അല്ലേ? അതും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? That is 1 by 2 cancel, that is k by 2 pi, അല്ലേ? k by 2 pi into me star by h bar square k, or this is nothing but me star 2 pi h bar square into 2. Okay, ഇനി 2 എന്തിനാ? മൾട്ടിപ്ലൈഡ് ബൈ 2. ഓരോ സ്റ്റേറ്റിലും എങ്ങനെയാണ്? 2 സ്പിന്നില്ലേ, അല്ലേ? ഒരു സ്റ്റേറ്റിൽ ഓപ്പോസിറ്റ് സ്പിന്നായിട്ടാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. സോ ഫോർ ദ സെയിം ഒരു 2 പ്രോഡക്റ്റ് വെച്ചിട്ട് എടുക്കുകയാണ്. സോ 2 ക്യാൻസലായി പോയിട്ട് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്ന എന്താ? നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫോർ എ 2-dimension structure is written as me star by pi h bar square. Okay, me star by pi h bar square. Okay, so the thing to be noted is first dimension കിട്ടി എന്തുവായിരുന്നു? 1 by pi h bar
ഇൻറ്റു റൂട്ട് ഓഫ് 2me star by en അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ, പക്ഷേ അവിടെ എന്തായിരുന്നു, അപ്പാർട്ട് ഫ്രോം ദി കോൺസ്റ്റൻസ് പൈ എച്ച് ബാർ 2me star എന്ന് പറഞ്ഞ കോൺസ്റ്റൻസ് അല്ലാണ്ട് എന്തായിരുന്നു, എനർജീൻ്റെ ഒരു ടേമും ഉണ്ടായിരുന്നു. ബട്ട് ഹിയർ ദിസ് ഇസ് ഹോൾ എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, നൗ ഇഫ് ഐ പ്ലോട്ട് ദിസ്, ഇനിയും പൈ എച്ച് ബാർ എന്നല്ലേ നമ്മൾ എഴുതിയേക്കുന്നത്, ഇതിനെ തന്നെ എനിക്ക് ഇനിയും എച്ചിൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ I can write it as pi h by 2 pi whole square, or you can write it as 4 me star pi by h square, right, and 2d of e can be written as 4 me star pi by h square. Okay, ഞാൻ ഇവിടെ ഒട്ടൊന്ന് എഴുതുക, 4 me star pi by h square. Okay, so this is the general equation. Okay, ഇനി ഇതിനെ നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യാൻ പോവാണേ. സോ പ്ലോട്ട് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കണേ. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് എനർജി ലെവൽ എവിടെ ആയിരിക്കും, 4 pi me star pi by h square. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും വരിക, നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും, 8 pi me star by h square അല്ലേ. അടുത്തത് വരുമ്പോഴോ that will be at 12 pi me star h square. ഫൈൻ, ഇങ്ങനെയായിരിക്കും ഇത് വേരി ചെയ്ത് പോകുന്നത്. ഓക്കെ, നൗ ഇഫ് വി ജോയിൻ ദി മിഡ് പോയിൻറ്റ്സ് ഹിയർ, ഇതിൻ്റെ ഓരോ അറ്റം ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ദിസ് ഗിവ്സ് എ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് 3 dimension. Okay, so this figure, the staircase structure or the step like structure gives you the density of state of a 2-dimensional nanostructure. Okay, so we have done the density of state of 2-dimensional structure. ഇനി നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ തരാൻ പോവാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് 3 dimension. ഇതേപോലെ തന്നെ ഡെറൈവ് ചെയ്യാതെ ഇച്ചിരിയേ ഉള്ളൂ, ഒന്ന് ഡെറൈവ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. എനി ഡൗട്ട്സ് ജസ്റ്റ് ലെറ്റ് മീ നോ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ ഒരു ക്ലൂ തന്ന് സഹായിക്കാം. ഓക്കെ, so with this I am winding up the class. So here it was the 2-dimensional semiconductor nanostructure, density of states for a 2-dimensional semiconductor nanostructure.